Hi everyone, welcome back to a new video. In this video we are going to a new lesson, A Shipwrecked Sailor, written by Gabriel Garcia Marquez. Gabriel Garcia Marquez എഴുതിയ A Shipwrecked Sailor എന്ന സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Before going to the story, let us read the profile of Gabriel Garcia Marquez. Gabriel Garcia Marquez was a Colombian novelist, short story writer, screenwriter, and journalist. He was called affectionately Gabo. He was awarded the Neustadt International Prize for Literature in 1972 and the Nobel Prize for Literature in 1982. Marquez's first major work is the story of a shipwrecked sailor, which he wrote as a newspaper series in 1955. His best-known novels include 100 Years of Solitude, The Autumn of the Patriarch, and Love in the Time of Cholera. Gabriel Garcia Marquez. His name itself is enough to identify him. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ധാരാളമാണ്. അത്രയും പ്രസിദ്ധനായ കൊളംബിയൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ, ജേർണലിസ്റ്റ്, ഇതെല്ലാമായിരുന്നു ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ആളുകൾ വിളിച്ചിരുന്ന പേര് ഗാബോ എന്നായിരുന്നു. അദ്ദേഹത്തിന് 1972 ന്യൂസ്റ്റാറ്റ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. ആൻഡ് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 1982 അദ്ദേഹത്തെ തേടി വരികയുണ്ടായി. ഹിസ് ഫസ്റ്റ് മേജർ വർക്ക് വാസ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്രാക്ട് സെയിലർ. നമുക്കിന്ന് പഠിക്കാനുള്ള സ്റ്റോറി ഓഫ് എ ഷിപ്പ്രാക്ട് സെയിലർ ആണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട വർക്ക്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1955 ഇൻ എ ന്യൂസ് പേപ്പർ. 1955 ഒരു ന്യൂസ് പേപ്പറിൽ, ഒരു പത്രത്തിൽ സീരീസ് ആയിട്ട് 10-15 ദിവസം നീണ്ടുന്നൊരു പരമ്പരയായിട്ട് അദ്ദേഹം എഴുതിയ കഥയാണ്, ഒരു സംഭവ കഥ ആണ് സ്റ്റോറി ഓഫ് എ ഷിപ്പ്രാക്ട് സെയിലർ. പിന്നീട് 1970 ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധപ്പെടുത്തുന്നത്. ബെസ്റ്റ് നോൺ നോവൽസ് 100 Years of Solitude, ഏകാന്തതയുടെ 100 വർഷങ്ങൾ, ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക്, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, ഇവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റു പുസ്തകങ്ങൾ. A Shipwrecked Sailor. Let us go to the introduction given here. The story of a shipwrecked sailor tells the saga of Luis Alessandro Velasco, a 20-year-old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. Clinging to a life raft without food and water, he survived 10 days on the open sea. What happened to Velasco and his shipmates? Read the following extract from the novella and find out what happened to them. So, A Shipwrecked Sailor ennu parna story is actually the saga of a 20-year-old sailor. His name was Luis Alessandro Velasco. Luis Alessandro Velasco എന്ന് പറഞ്ഞ ഒരു 20-കാരന്റെ കഥയാണ്, ഒരു 20 വയസ്സായ ഒരു നാവികന്റെ കഥയാണ് A Shipwrecked Sailor. What happened to him? അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? ഹിസ് ഷിപ്പ്, ഇറ്റ്സ് നെയിം വാസ് കൽഡാസ്. ആ ഷിപ്പ് അമേരിക്കയിലെ മൊബൈൽ അലബാമ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും തന്റെ സ്വദേശമായ കൊളംബിയയിലോട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നാവികരും ആ ഷിപ്പിൽ തിരിച്ച് നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ സഞ്ചരിക്കുന്ന കപ്പൽ കരീബിയൻ കടലിൽ വെച്ച് വലിയ കാറ്റിലും തിരമാലയിലും കുടുങ്ങി അവർ ഷിപ്പ് തകരുകയും വെലസ്കോയും തന്റെ കൂടെയുള്ള സഹയാത്രികരും കടലിൽ വീഴുകയും അതിനുശേഷം 10 ദിവസത്തോളം അദ്ദേഹത്തിന് ലഭിച്ച ഒരു ലൈഫ് റാഫ്റ്റ്, കപ്പൽ അപകടം ഉണ്ടാകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ലഭിക്കുന്ന ഒരു കുഞ്ഞി തോണിയിൽ 10 ദിവസം ഓപ്പൺ സീയിൽ നടുകടലിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത 10 ദിവസത്തോളം അദ്ദേഹം സർവൈവ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് വെലസ്കോയ്ക്കും കൂട്ടുകാർക്കും സംഭവിക്കുന്നതെന്ന് ഈ നോവലിനെ വായിച്ച ശേഷം നമുക്ക് മനസ്സിലാക്കാം. ലെറ്റ്സ് റീഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. My first impression was that I was utterly alone in the middle of the ocean. The ship plunged into an abyss and disappeared. I had no idea what was happening. I took hold of
one of the bobbing crates and stupidly began to contemplate the sea. It was a perfectly clear day except for the choppy waves produced by the wind and the cargo scattered across the surface. There was no evidence of a shipwreck. Soon I began to hear shouts nearby. Through the sharp whistling of the wind, I recognized the voice of Julio Amador Caraballo, the tall, well-built officer who was yelling at someone, "Fatso, hold there!" My first impression was that. My first impression. എൻ്റെ ആദ്യത്തെ തോന്നൽ. So who is the narrator of this story? Of course it is Luis Alessandro Velasco. Velasco പറയുന്നു, എൻ്റെ ആദ്യത്തെ തോന്നൽ ഞാൻ ഈ കടലിന്റെ നടുക്ക് തനിച്ചാണ് എന്നായിരുന്നു. She plunged into an abyss and disappeared. കപ്പൽ വലിയൊരു ഗർത്തത്തിലോട്ട് താഴ്ന്നു പോയി. Plunged into an abyss means വലിയൊരു അഗാധമായ ഗർത്തം, that is abyss. Plunged means ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയി. And disappeared. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ഷിപ്പ് അപ്രത്യക്ഷമായി കടലിൽ. I had no idea what was happening. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊരു നിമിഷം മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല. I took hold of one of the bobbing crates. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു? വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ആദ്യം ശ്രമിക്കുക എന്താണ്? എന്തിനെങ്കിലും മേലെ ഒരു പിടിവള്ളി അല്ലെ കിട്ടാൻ വേണ്ടിയാണ് ആദ്യം ശ്രമിക്കുക. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? He got one of the bobbing crates. Bobbing crates means box which was moving. കടലിലൂടെ ഇവരുടെ ഷിപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ബോക്സ് ആവാം, ചരക്ക് കപ്പലിനകത്ത് ഉണ്ടാവുന്ന സാധനങ്ങൾ സൂക്ഷിച്ച പെട്ടിയാവാം, അല്ലെങ്കിൽ കാലിപ്പെട്ടിയാവാം. അത്തരത്തിലുള്ളൊരു ബോബിംഗ് മീൻസ് മൂവിങ്, ക്രേറ്റ് മീൻസ് എ ബോക്സ്. ഹി ഗോട്ട് വൺ ഓഫ് ദി ബോബിംഗ് ക്രേറ്റ്സ് ആൻഡ് ഹി ടുക്ക് ഹോൾഡ് ഓഫ് ദാറ്റ്. ആ പെട്ടിയിൽ അദ്ദേഹം കയറി പിടിച്ചു. ആൻഡ് സ്റ്റുപ്പിഡ്ലി ബിഗാൻ ടു കണ്ടംപ്ലേറ്റ് ദ സീ. ആ കടലിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. വാട്ട് ടു ഡു നെക്സ്റ്റ്, അടുത്ത് എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്താകുഴപ്പത്തിലായി. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ. ആകാശം നല്ല തെളിഞ്ഞിരുന്നൊരു ദിവസമായിരുന്നു അത്. എക്സെപ്റ്റ് ഫോർ ദി ചോപ്പി വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വിൻഡ്. എന്നിരുന്നാലും കാറ്റടിക്കുന്നത് കാരണം വലിയ വലിയ തിരമാലകൾ വന്നുകൊണ്ടേയിരുന്നു. ആൻഡ് ദി കാർഗോ സ്കാറ്റേർഡ് അക്രോസ് ദ സർഫേസ്. ദെർ വാസ് നോ എവിഡൻസ് ഓഫ് എ ഷിപ്പ്‌റെക്ക്. അവരുടെ കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ സ്കാറ്റേർഡ് അക്രോസ് ദി സർഫേസ് ഓഫ് ദാറ്റ് സീ, കടലിലെ മുകൾ ഭാഗത്ത് ഒഴുകിക്കൊണ്ടേയിരുന്നു. ആൻഡ് ദെർ വാസ് നോ എവിഡൻസ് ഓഫ് എ ഷിപ്പ്‌റെക്ക്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു കപ്പൽ അപകടം നടന്നതായിട്ടുള്ള യാതൊരു തെളിവും തന്നെ കാണാൻ സാധിക്കില്ല. കാരണം കപ്പൽ പൂർണ്ണമായും കടലിനടിയിലോട്ട് മുങ്ങിപ്പോയിരിക്കുന്നു. സൂൺ ഐ ബിഗാൻ ടു ഹിയർ ഷൗട്ട്സ് നിയർ ബൈ. പെട്ടെന്ന് തന്നെ ഞാൻ അടുത്തു നിന്നും എൻ്റെ നാവികരുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ത്രൂ ദ ഷാർപ്പ് വിസിലിംഗ് ഓഫ് ദ വിൻഡ് ഐ റെക്കഗ്നൈസ് ദ വോയിസ് ഓഫ് ഹൂലിയോ ആമഡോ കാരബല്ലോ. വലിയ ശക്തമായിട്ടുള്ള കാറ്റിന്റെ വിസിലിംഗ് സൗണ്ട് ഉണ്ടെങ്കിലും അതിനിടയിലൂടെ ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഹൂലിയോ ആമഡോർ കാരബല്ലോ, ഇവിടെ ജെ കാണാം, ബട്ട് ദ പ്രൊണൗൺസിയേഷൻ ഈസ് ഹ, ബിക്കോസ് ദിസ് നെയിം ഈസ് ഫ്രം സ്പാനിഷ്. സ്പാനിഷ് ലാംഗ്വേജിൽ ജെ എന്നുള്ള സ്ഥാനത്ത് എച്ച് എന്നുള്ള സൗണ്ടാണ് പ്രൊണൗൺസ് ചെയ്തത്. ദാറ്റ് ഈസ് വൈ ഹൂലിയോ ആമഡോർ കാരബല്ലോ എന്ന് പറയുന്ന ദ ടോൾ വെൽ ബിൽറ്റ് ഓഫീസർ, നല്ല പൊക്കമുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ഓഫീസർ എന്ത് ചെയ്യാണ്? ഹി വാസ് യെല്ലിംഗ് അറ്റ് സമ്മൺ. അദ്ദേഹം ആരോടോ വിളിച്ചു പറയുകയാണ്. ഹി വാസ് ഷൗട്ടിംഗ് അറ്റ് സമ്മൺ, ഫാറ്റ്സോ ഹോൾഡ് ദേർ. ഫാറ്റ്സോ മീൻസ് നല്ല തടിയുള്ള, തടിയാ, ഹോൾഡ് അവിടെ തന്നെ പിടിച്ചു നിൽക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് ഇൻ ദാറ്റ് ഇൻസ്റ്റന്റ് ഐ ഹാഡ് അവേക്കൻഡ് ഫ്രം എ മൊമെന്റ്സ് ഡീപ് സ്ലീപ്പ്. ഇത് കേട്ട സമയത്ത് ഞാൻ പെട്ടെന്നൊരു ഉറക്കത്തിൽ നിന്നും മയങ്ങി എഴുന്നേറ്റ പോലെ എനിക്ക് വീണ്ടും ഒരു ഉണർവുണ്ടായി പറയാണ്. ആരുടെ? തൻ്റെ ഈ സുഹൃത്തിൻ്റെ ഷൗട്ടിങ് കേട്ടപ്പോൾ. ഇറ്റ് ഡോൺഡ് ഓൺ മീ ദാറ്റ് ഐ വാസ് ഇൻ അലോൺ ഇൻ ദ സീ. പെട്ടെന്ന് എനിക്ക് എന്ത് തിരിച്ചറിവുണ്ടായി? കടലിൽ ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ മുഴുവൻ ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട് ഈ കടലിൽ വീണിട്ടുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി. There only a few meters away, my mates were shouting to one another and trying to stay afloat. കുറച്ച് മീറ്ററുകൾക്ക് അകലെയായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഷിപ്പ്മേറ്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുകയും കടലിൽ പൊങ്ങി നിൽക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. Quickly I began to think I couldn't swim in just any direction. പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഏതെങ്കിലും ഒരു പ്രത്യേക ദിശയിൽ എനിക്ക് നീന്തി ചെല്ലാൻ സാധിക്കില്ല. Why? Because I knew we were about 50 miles from Cartagena.
കാർട്ടജീന എന്ന് പറഞ്ഞൊരു പോർട്ടാണ് ഇവരിപ്പോൾ വീണ സ്ഥലത്ത് നിന്ന് അടുത്തായിട്ടുള്ളൊരു പോർട്ട്, ഒരു തുറമുഖം. അത് 50 മൈലുകൾ ദൂരെയാണ്. 50 മൈൽസ്. അത്രയും ദൂരം ഒരിക്കലും ഒരു മനുഷ്യനും നീന്തിയെത്താൻ സാധിക്കില്ല, അതും കടലിലൂടെ. ബട്ട് ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്. എന്നിരുന്നാലും ഞാൻ ഭയപ്പെട്ടില്ല. ഫോർ എ മൊമെന്റ് ഐ തോട്ട് ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദി ക്രേറ്റ് ഇൻഡെഫിനിറ്റ്ലി. ഞാൻ എന്ത് ചിന്തിച്ചു, എത്ര സമയം എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ ഈ ക്രേറ്റ്, മീൻസ് ദാറ്റ് ബോക്സ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബോക്സിന് അദ്ദേഹം പിടിച്ചു നിൽക്കുവാണ്. ആ ബോക്സിൽ എപ്പോഴാണോ എനിക്ക് സഹായം എത്തിക്കുന്നത് അത്രയും സമയം വരെ എനിക്ക് അതിന്റെ മുകളിൽ തന്നെ പിടിച്ചു നിൽക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ദിസ് ഇസ് എ പിക്ചർ ഓഫ് ഷിപ്രാക്ക്. അദ്ദേഹത്തിന്റെ കപ്പൽ തകർച്ചയുടെ ഒരു പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ. അണ്ടിൽ ഹെൽപ്പ് അറൈവ്ഡ്. അതായത് എനിക്ക് സഹായം എപ്പോൾ ലഭിക്കുന്നോ അത്രയും സമയം ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ബോക്സിൽ പിടിച്ചു നിൽക്കാമെന്ന് തീരുമാനിച്ചു. It was reassuring to know that all around me other sailors were in the same predicament. എൻ്റെ അതേ വിഷമാവസ്ഥയിലായിരുന്നു, സെയിം പ്രെഡിക്കമെന്റിലായിരുന്നു എൻ്റെ ബാക്കിയുള്ള ഫെലോ സെയിലേഴ്സിന് കൂടിയും തിരിച്ചറിഞ്ഞപ്പോൾ അതെനിക്കൊരു ആശ്വാസമായി മാറി. എല്ലാവരും ഒരേ പ്രശ്നമാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു, സോ ഐ ഓൾസോ ഹാവ് ടു ഫൈറ്റ് എന്നുള്ളൊരു തീരുമാനം അദ്ദേഹത്തിന് വന്നു. ദാറ്റ് വാസ് വെൻ ഐ സോ ദ റാഫ്റ്റ്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്ത് കാണുന്നു, ലൈഫ് റാഫ്റ്റ്. ലൈഫ് റാഫ്റ്റ് മീൻസ് ലൈഫ് ബോട്ട്. There were 2 life rafts about 7 meters apart. 7 മീറ്റർ അകലെയായി 2 ലൈഫ് ബോട്ട് കണ്ടു. They appeared unexpectedly on the crest of a wave. അപ്രതീക്ഷിതമായി ഒരു തിരമാലയുടെ ഏറ്റവും ടോപ്പിലായിട്ട് ആ ലൈഫ് ബോട്ട് പൊങ്ങി വന്നായിരുന്നു. Near where my mates were calling out. എൻ്റെ സുഹൃത്തുക്കൾ സഹായത്തിനു വേണ്ടി വിലപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു, ലൈഫ് ബോട്ട്. It seemed odd that none of them could reach the life rafts. വളരെ വിഷമിപ്പിക്കുന്ന കാര്യം, ആർക്കും തന്നെ, ഒരു സുഹൃത്തുക്കളും തന്നെ എത്താൻ പറ്റുന്ന ദൂരത്തിലായിരുന്നില്ല ആ ലൈഫ് ബോട്ട്സ്. In an instant, one of the rafts disappeared from view. പെട്ടെന്ന് തന്നെ 2 ബോട്ടുകൾ, ഒരു ബോട്ട് കാഴ്ചയിൽ നിന്നും മറഞ്ഞു. I couldn't decide. I found myself swimming towards the one I could see. എനിക്കൊന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും. എന്തായാലും ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ബോട്ടിന് നേരെ നീന്താൻ വേണ്ടി ആരംഭിച്ചു. Which was moving farther away from me. I swam for about 3 minutes. ഞാൻ നീന്തി ചെല്ലുന്നതനുസരിച്ചിട്ട് ആ ബോട്ടിൽ നിന്നും ദൂരേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഞാൻ 3 മിനിറ്റ് സമയത്ത് എന്ത് ചെയ്തു, നീന്തി ബോട്ടിനടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു. I lost sight of the raft momentarily. പെട്ടെന്ന് ആ ലൈഫ് ബോട്ട് അപ്രത്യക്ഷമായി. But I was careful not to lose my bearings. എന്നിരുന്നാലും ഞാൻ എന്തിന് വശമതനായില്ല, നോട്ട് ടു ലൂസ് മൈ ബെയറിംഗ്സ് മീൻസ് ഞാൻ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തില്ല. ഇറ്റ്സ് എ യൂസേജ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എൻ ഇഡിയം. നോട്ട് ടു ലൂസ് മൈ ബെയറിംഗ്സ് മീൻസ് ഐ എം നോട്ട് റെഡി ടു സറണ്ടർ. സഡൻലി എ റഫ് വേവ് പുഷ്ഡ് ദ റാഫ്റ്റ്സ് അലോങ് സൈഡ് മീ. പെട്ടെന്ന് തന്നെ ഒരു വേവ് എൻ്റെ അടുത്തോട്ട് ആ ബോട്ടിനെ തള്ളിത്തന്നു. ഇറ്റ് വാസ് ഹ്യൂജ്, വൈറ്റ് ആൻഡ് എംപ്റ്റി. അത്യാവശ്യം വലുപ്പമുള്ള വെള്ള നിറത്തിലുള്ള കാലിയായൊരു ലൈഫ് ബോട്ടായിരുന്നു അത്. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് ദ റിഗിംഗ് ആൻഡ് ജംപ് അബോർഡ്. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് റിഗിംഗ്. റിഗിംഗ് മീൻസ് ഈ കപ്പലിനകത്തുണ്ടായിരുന്ന റോപ്സും, പായ കപ്പൽ എന്ന് പറയും അല്ലെ, അതിനകത്തുണ്ടായിരുന്ന ബാക്കി ഐറ്റംസ് അല്ലെ, ഈ റോപ്പ് അടക്കമുള്ള സാധനങ്ങളെയാണ് റിഗിംഗ് എന്ന് പറയുന്നത്. ഈ ട്രൈ ടു ഗ്രാബ് റിഗിംഗ്, അതിന്റെ ആ കയറ് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആൻഡ് ജംപ് അബോർഡ്, അതിലോട്ട് ചാടി കടക്കാൻ വേണ്ടി ശ്രമിച്ചു. ഐ മേഡ് ഇറ്റ് ഓൺ ദ 3rd try. 3ാമത്തെ ശ്രമത്തിൽ അദ്ദേഹം അത് ബോട്ടിനകത്ത് കയറിപ്പറ്റി. വൺസ് ഓൺ ദ റാഫ്റ്റ്, പാന്റിംഗ്, വിപ്ഡ് ബൈ ദ വിൻഡ്, ഇമ്മൊബിലൈസ്ഡ് ആൻഡ് ഫ്രീസിംഗ്, ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു സിറ്റ് അപ്പ്. ഒരുപാട് കഷ്ടപ്പെട്ട് ആ ബോട്ടിനകത്ത് കയറി കഴിഞ്ഞ ശേഷമാണ് ഹി റിയലൈസ് ദാറ്റ് ഹി വാസ് പാന്റിംഗ് ഹെവിലി. വാട്ട് ഈസ് പാന്റിംഗ്? വല്ലാണ്ട് കിതയ്ക്കുന്നുണ്ടായിരുന്നു. വിപ്ഡ് ബൈ ദ വിൻഡ്, ഒരുപാട് കാറ്റേറ്റ് ക്ഷീണിതനായിരുന്നു. ഹി വാസ് ഇമ്മൊബിലൈസ്ഡ് ആൻഡ് ഫ്രീസിംഗ്, തണുത്ത് വിറച്ച് അനങ്ങാനാവാതെ, മൂവ് ചെയ്യാനാവാതെ അദ്ദേഹം ആ ബോട്ടിനകത്ത് ഭയങ്കരമായി ബ്രീത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഹി വാസ് ആക്ച്വലി പാന്റിംഗ്. ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു സിറ്റ് അപ്പ്. ആ ബോട്ടിലൊന്നും ഇരിക്കാൻ പോലും പറ്റാത്ത അത്രയും ടയർഡായിരുന്നു അദ്ദേഹം. Then I saw 3 of my mates near the raft trying to reach it. പെട്ടെന്ന് നോക്കുമ്പോൾ തൻ്റെ ചുറ്റുമുള്ള 3 മേറ്റ്സ്, തൻ്റെ സഹ വോയേജേഴ്സ്, കൂട്ടുകാർ, സഹനാവികരെ ബോട്ടിനടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു.